ഇതൊക്കെ നമ്മുടെ മയണൈസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പച്ചമുട്ട യൂസ് ചെയ്യുമ്പോൾ കുറെ എന്തൊക്കെ ഇഷ്യൂ ആണ്, ഫുഡ് പോയിസൺ ഒക്കെ കുറെ അടിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല, നല്ല സാധനം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാം എന്നതാണ്. അപ്പോൾ നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് കൂടെ കഴിക്കാനായിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ മോൾക്ക് മയണൈസ് ഇല്ലാണ്ട് ഈ സാധനങ്ങളൊന്നും ഇറങ്ങിയില്ല. ആള് മയണൈസിൻ്റെ വലിയൊരു പ്രാന്തിയാണ്. പക്ഷെ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന മയണൈസ് ഒന്നും അത്ര ഹെൽത്തി അല്ല, അതുമല്ല ഫുഡ് പോയിസണും എല്ലാം വരുന്നുണ്ട്. അപ്പം ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് ഒരു മയണൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എനിക്ക് നല്ലൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ എനിക്ക് എന്തോരം മയണൈസ് ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള പാലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ മയണൈസ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ഇവിടെ ആകെ സാനും ഞാനും ശിരുവും മാത്രമേ മയണൈസ് കഴിക്കുള്ളൂ, ബാക്കി ആർക്കും മയണൈസ് ഇഷ്ടമല്ല. അപ്പം അതാണ് ഞാൻ കുറച്ചുണ്ടാക്കാനായിട്ട് ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ഒന്ന് തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ആ ഒരു നെയ്യ് ഒന്ന് അടിയിൽ ഇതാവതും അതും ചെറിയ തീയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പം ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു 2 സ്പൂൺ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പാൽ ഇങ്ങനെ പിരിഞ്ഞു തുടങ്ങും, പിരിഞ്ഞ് പനിനീര് സെപ്പറേറ്റ് ആവും. അപ്പം നമുക്ക് വേണ്ട മെയിൻ സാധനം ഈ പനിനീരാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാണ്ടിരുന്ന ഇത് കട്ടിയാവും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി അത് കുറെ അങ്ങോട്ട് ചൂടാക്കണ്ട. അത് പിരിഞ്ഞെന്നായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചും കൊണ്ട് ആ പനീര് അരിച്ചെടുക്കാം. നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം. സാധനമാണ് മയണൈസ് ഉണ്ടാക്കാൻ പോകുന്ന സാധനം. ഇതിങ്ങനെ വെച്ചാൽ മതി, അങ്ങനെ പിഴിയൊന്നും വേണ്ട. എന്താ അതിന്റെ ചൂട് അപ്പം അമ്മു എന്തൊക്കെ ചെയ്യുന്നുണ്ട്. 3 ഞാൻ പറഞ്ഞ ഓൺലി 3. ഈ സാധനം നമുക്ക് ഇനി ഒന്ന് തണുക്കാനായിട്ട് കാത്തേക്കാം. മിക്സിയിലിട്ട് ചൂടോടെ അടിച്ചു കഴിഞ്ഞാൽ മിക്സി തൈ പോവില്ലേ ജാറിൽ. അത് കാരണം 3 വെളുത്തുള്ളി വേണം. 3 വെളുത്തുള്ളി അല്ല 3 വെളുത്തുള്ളി. നമുക്കിത് ഇതിലോട്ട് ഇടാം. ഇതിപ്പോൾ കട്ടയായി പോയി. അപ്പം നമുക്ക് കുറച്ച് പാൽ ഒഴിക്കണം. ഓക്കെ, ഇതിലോട്ട് ഇട്ടിട്ട് ഒരു കുറച്ച് 1/2 സ്പൂണോളം ചെറുനാരങ്ങ നീരൊഴിച്ച്, പിന്നെ ഉള്ളത് 3 അല്ലി വെളുത്തുള്ളി, ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു എരിവിന് കേട്ടോ കുറച്ച് മതി, ഇത്തിരി ഒരു ഫ്ലേവറിന് എരിവിനൊക്കെ വേണ്ടിയാണ് കുരുമുളക് പൊടി ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നത് പഞ്ചസാര ഒരു ഇത്തിരി, ഓവറായിക്കഴിഞ്ഞാൽ മധുരവും. പഞ്ചസാര, അതിനുശേഷം പാല് കുറച്ചും ഒഴിക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ് കേട്ടോ. മയണൈസ് കുറഞ്ഞു പോയോ ഗായ്സ്? വേറെ നമ്മുടെ മയണൈസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സാധാരണ നമ്മുടെ മയണൈസ് ഇല്ലേ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസം. ഓയിലും നമ്മുടെ മുട്ടയും ഇട്ടില്ല എന്ന് പറഞ്ഞ് ടേസ്റ്റ് ഒന്നും വ്യത്യാസം വന്നില്ല. ഇപ്പം നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന മയണൈസിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ. മറ്റേ നമ്മുടെ പച്ചമുട്ട യൂസ് ചെയ്യുമ്പോൾ കുറേ എന്തൊക്കെ ഇഷ്യൂ ആണ്,
ഫുഡ് പോയിസൺ ഒക്കെ കുറെ അടിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല, നല്ല സാധനവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.